വാസുവണ്ണ മുത്തശ്ശൻ, കോച്ച് രഘുൽ കൊച്ചുമക്കൾ, പവർ കാണിക്ക്, നവനീത് നവി 100 റുപ്പീസ്. ഞാൻ മുത്തച്ഛൻ, ക്യാച്ചി മുത്തശ്ശി, കോച്ചും കോച്ച്. I am grandpa, she is grandmother. Okay. You guys are our sons. ഞാൻ ചാടിയില്ല കോച്ച്. ഹലോ ഞാൻ പറയുന്നേക്കാം. ഹലോ ഹലോ മോനെ പറ, കേക്കാം. അച്ഛ എവിടെ? എന്റെ അച്ഛ എവിടെ? രണ്ടണ്ടി ദാ വരുവാ. ബ്രോ നാട്ടിൽ വരുമ്പോ ബ്ലൂ ലെവൽ കൊണ്ടുവരുന്നുണ്ട്. ആനന്ദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 5. കൊച്ചു മക്കളോട് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ വാസുട്ടാ. ഇത് എവിടെ കോച്ച്? എവിടെ ഇറങ്ങാൻ മക്കളെ ഇവിടെ ഇറങ്ങാ. അമ്മച്ചി അവിടെ പോവാം. എല്ലോ പോവാം. അവിടെ ഇറങ്ങാതെ അമ്മച്ചി. അമ്മച്ചി ഇറങ്ങിയില്ല മക്കളെ. അമ്മച്ചി ഗ്ലൈഡ് ചെയ്ത് വരും മക്കളെ. ഗ്ലൈഡ് ചെയ്ത് എസ്കേപ്പ് ആയിട്ട് അമ്മച്ചി. എവിടെ ഇറങ്ങണം ഞാൻ പറ. മഞ്ഞ മാർക്കിൽ വാ ഇങ്ങോട്ട്. ഈ മനുഷ്യന്റെ കാര്യം ഞാൻ 3 സ്റ്റോറി കയറുവാടെ. അതിനെന്തിനാ നീ കരയുന്നേ? എനിക്ക് പറ്റുന്നില്ല കളിക്കാൻ. എന്നാ മുമ്പ് അതെന്ത് മക്കളെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ പോന്നു. എന്ത് പറയാ ഞാൻ? വാസുവേട്ട ഇങ്ങനെ പിള്ളേരോട് ഇങ്ങനെ ഒന്നും പറയല്ലേ. വേറെ ആരെങ്കിലും പോലെ പറയും. ഈ വയസ്സായ കാലത്ത് ഡിവോഴ്സ് എങ്ങനെയാ മക്കളെ ചെയ്യേ? പള്ളിയിൽ പോയാ മതി. മക്കളെ ഇനി മേലെ ഈ തമാശ പറയല്ലേ മക്കളെ. കോർട്ട് പോവാ നമ്മള്. ആളെവിടെ ഉണ്ട്? ആളപ്പുറത്ത്. മോനെ നമ്മുടെ ജപ്പാൻ മോൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഇവിടെ ഫ്രണ്ട്സിലെ ഒക്കെ തിരക്ക്. ആരുടെ കൂടെ വെക്കാൻ തിരക്ക്? ജപ്പാൻ മോനെ പറ മോനെ. അച്ഛാ ഇവിടെ ബ്ലൂല വന്ന് എന്താ കച്ചം പറയുന്ന കണ്ട ചോദിക്കൂലേ മമ്മി? അങ്ങേര് പണ്ട് ഞാൻ പറയണത് കേക്കാറില്ല. പിന്നെ എപ്പ മക്കളെ ഇങ്ങനെ ആര് പറഞ്ഞ കേക്കും? അതെനിക്കും അറിയില്ല മക്കളെ. ദൈവം തമ്പുരാൻ പറഞ്ഞാ ഹലോ അച്ഛാ അമ്മ അമ്മച്ചി ഇവിടെ വാ ഇവിടെ ഒരു ടീം മക്കളെ. സ്കോപ്പ് വല്ലതുണ്ട് അച്ഛാ? എന്നെ ഇട്ടേച്ച് പോവല്ലേ അച്ഛാ? ഇവിടെ ഇരുന്ന് ഒരുത്തർ ക്രോസിംഗ് ആച്ച പാറ് അച്ഛാ. സ്കോപ്പുള്ള നമ്പർ 4 അച്ഛാ. ഹലോ സ്കോപ്പ്. ജപ്പാൻ മക്കളെ നമ്മൾ അങ്ങോട്ട് വരണോ? വാ മോനെ വാ. ഞാൻ ഇവിടെ സേഫ് ആണ് ഇപ്പൊ. ബട്ട് ദേ ആർ കമ്മിങ് ടു മീ. അച്ഛാ സ്കോപ്പ് എല്ലാം അടിക്കാൻ പറ്റൂല അച്ഛാ. എന്റെ കൂടെ വാ മോനെ വാ. നീ എന്റെ കൂടെ വാ. അച്ഛൻ എന്തെങ്കിലും തരോ? അച്ഛന്റെ മൂട്ടിൽ വന്നിരിക്കല്ലേ മോനെ. അച്ഛന്റെ മൂട്ടിൽ മാറി നിക്ക്. അച്ഛാ ഇവിടെ ലൂട്ടഡാണ്. മൂട്ടി കഴിഞ്ഞ പോയവൻ. മുന്നാടി 3 പേരാണ്. ഓ അച്ഛാ മുന്നാടി 3 പേരെന്ന്. മുന്നാടിയാ പിന്നാടിയാ? അച്ഛാ മുന്നാടിയാ പിന്നാടിയാ? മോനെ പുഷ് ചെയ്യുന്നു. ജപ്പാൻ മോനെയാണോ പുഷ് ചെയ്യുന്നത്? ജപ്പാൻ മോനെ. ജപ്പാൻ മോന് സപ്പോർട്ട് കൊടുക്കണ്ടേ? വേണ്ട ഐ എം ഗുഡ്. നേട് വന്നത് ചത്ത്. ജപ്പാൻ മോനെ. പറ മോനെ വാ. ദേ തമ്പി 2-3 പേര് മുന്നാടി ജപ്പാൻ മോനെ. മുന്നാടി ഇരിക്കടാ 2 പേര്. വേഗം വാ. നാടും പാത്താച്ചിടാ. അയ്യോ മക്കളെ അവര് റോഡ് ക്രോസ് பண்ண போறே മക്കളെ. അടിക്കടേ മക്കളെ. ക്യാൻഡിച്ചാന്
ரோடு க்ரோஸ் பண்ணிட்டாரு மக்களே. ഒരാള് പണിട്ടാரு എന്നിട്ട് തിരുമ്പി പോയിട്ടാரு. എന്നാ വീശി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോ എങ്ങനെയാ കേറണ്ടേ? നകിൽ നിന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. 2 ടീമാണ് ഫൈറ്റിങ്. ഇത് ആര് സൈക്കിൾ? ജപ്പാൻ അനിയ ഈഗിലെ പുഷ് பண்ணாத കോച്ച് എന്നെ പുഷ് ചെയ്യുന്നു. ഇല്ല ഞാൻ അല്ല ചാടി പുഷ് അച്ഛനെ ചാടി പുഷ് ചെയ്ത് അച്ഛ വരുന്നേ. ഇവിടെ ഒരുത്തൻ இருக்கான். റൈറ്റ്ல வந்து അച്ഛാ റിട്ടയർഡ് ആവേണ്ട ടൈം ആയി അച്ഛാ. അച്ഛാ അയ്യോ ക്രോബാർ. അച്ഛാ അച്ഛനാരാ കൊന്നേ? എന്താണ് ഈ അവസ്ഥ? ഒന്നും ചെയ്യാൻ പറ്റാതെ പുഴുത്ത് ചാവണടാ ഞാൻ. ആ സൈക്കിൾ എങ്ങോട്ടാ പോയത്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ സൈക്കിള്? ഹലോ അച്ഛൻ പോയി. அவனுக்கு எப்படி இந்த drop എടാ கிடைச்சது? രഘുലേ കമന്റ് വായിച്ചോണ്ടിരിക്കുക. അച്ഛാ അച്ഛന്റെ വണ്ടി டேய் ഇവിടെ கேம் அடிச்சாதான் நெக்ஸ்ட் கேம் விளையாடாம ஒழுங்கா இந்த கேமே விளையாட முடியும். ரெகுல் ഇവിടെ നോക്ക്. സീരിയസ് ரைட் சைடுல இருந்து புஷ் செய்யறான். அமார் வந்து ക്രോസ് ബോയ്ക്കാണ് புஷ் பண்ணிட்டாங்க. ஒரு டீம் ആണ്. ഇവിടെ ഉണ്ട് ഫ്രണ്ട് ഉണ്ട്. க்ளோஸ்ல ഉണ്ട്. இங்க வந்தாச்சு. ഓക്കേ അവിടെ ചാടിയൊക്കെ അടിച്ചടേ മൈ. ஓகே அதான் க்ளோஸ்ல வந்து ചാടി போய் என்னத்துக்குறா உள்ள போறீங்க? ഞാനൊന്നുമില്ല. ഞാൻ ഉള്ള പോറും പോത് നീങ്ക അങ്ക വന്ന് നിന്നാச்சு. ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് ഈ ടീമിന്റെ ബാക്ക് ബോൺ. ഞാൻ വീണ ഈ ടീം പോയി. എവിടെ പോയാലേ? ഞാൻ വീണ ടീം പോയി. അതാണ് ഈ ടീമിന്റെ അവസ്ഥ. ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള അവസ്ഥ അതാണ്. ഇനി ഞാൻ മര്യാദക്ക് കളിച്ചില്ല ഈ ടീം ഭയങ്കരമായിട്ട് ഷോകോ. ഓ അങ്ങനെ മര്യാദ. രഘുലേ വെച്ച് കീർത്തരും ഞാനേ. വെച്ച് കീർത്തരുവേ. ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. സൂപ്പർ ഈഗിള് കിട്ടി. എടാ, നിന്റെ പേര് ഈഗിൾ. ഒരു മിനിറ്റ് ജോസഫേ ഈ ചിക്കൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ. ജോസഫേ നിനക്ക് വേണ്ടിയാണ് ഈ ചിക്കൻ. കോച്ച് ഇതെനിക്ക് ചിക്കൻ അടിക്കണം കോച്ച്. ചിക്കൻ തന്തൂരിയാ അല്ല എങ്ങനെ? ഈ ബ്രോ ഓക്കേ അല്ലേ? ഇവനെയൊക്കെ അവന്റെ ഓരോ തമാശ ചില സമയത്ത് കേൾക്കുമ്പോ എനിക്കങ്ങ് വെച്ച് കീറി കൊടുക്കാൻ തോന്നും. എനിക്കങ്ങ് ഞാൻ തന്തൂരി. അവന്റെ 0 ഡാമേജ് 0. കോച്ച് നമുക്ക് സമാധാനപരമായിട്ട് ഇറങ്ങി ലൂട്ട് ചെയ്ത് അടിക്കാം കോച്ച്. ഓക്കെ അത്രേ ഉള്ളൂ. അവന്റെ കോമഡി. ഈഗിള് കോച്ച് எனக்கு இந்த ஸ்ட்ரீம் ஸ்டாப் பண்ணும்போது 5 டின்னர்ஸ் அடிச்சா 5K ആണ്. ഓക്കെ 3 டின்னர்ஸ் அடிச்சு 5 dinners in a row. 5 dinners இல்ல நாட் இன் a row. இந்த ஸ்ட்ரீம்ல 5 டின்னர்ஸ். நான் 3 டின்னர்ஸ் அடிச்சு ஆல்ரெடி. இன்னுം 2 டின்னர்ஸ் ഉണ്ട്. അത് എന്നാ ബാക്ക് ടു ബാക്ക് അടിക്കാം. 2 ഗെയിമിലൊക്കെ തീർക്കാം. ഓക്കെ ഞാൻ സീരിയസ് ആവുവാണേ. ഞാൻ സീരിയസ് ആവുവാണേ. MRC ഈഗിളെ ഇറക്ക്. MRC ഈഗിളിനെ ഇറക്കി സീരിയസ് ആവുവാണ്. ഓ MRC ഈഗിൾ സീരിയസ് ആയാ ഇല്ലെങ്ങനെ? അണ്ണാ ഓക്കെ അല്ലടാ. ഞാൻ ഓക്കെ ആണടാ. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ. ഡു ടേക്ക് മെമ്പർഷിപ്പ്. ആൻഡ് മെമ്പർഷിപ്പ് എടുക്കുന്നവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. എല്ലാരും ജോയിൻ ചെയ്യാ. എന്താടാ എന്താ എഴുതി വെച്ച് കണ്ടില്ല. ഗയ്സ് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടി. அப்படியே സബ് ചെയ്യാതെ സബ് ചെയ്യടാ. എന്തല്ലേ നെറ്റ് പോയാ? സീരിയസ് ആണ്. സീരിയസ് ആണ്. കിൽ കൗണ്ട് അല്ല ഡൈ കൗണ്ട്. എടാ എല്ലാത്തിനും ഉള്ള മറുപടി ആയിട്ട് ഈ കളി നിന്റെ ആ പേര് അവന്റെ പേര് നോക്കട്ടെ. ആദിത് ചന്ദ്രൻ പിക്കും ജോസഫിനും വേണ്ടിയുള്ള മാച്ചാണിത്. കണ്ണ് തുറന്ന് കാണും. പാസ് ബ്രോ വെൽക്കം ബാക്ക്. നല്ല ചിരിയല്ലേ? എല്ലാരും കേട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ മൈക്കിൽ കൂടെ കേട്ടില്ലേ ചിരി? അപ്പൊ റെഗുൽ VM ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ആ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് അത്രയും ബുദ്ധിമുട്ടി അവൻ ചിരിക്കുന്നത്.